ബാലസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ നടത്തിയ ഓണക്കാല കാവ്യോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപ്പി പള്ളിപ്പുറം സംസാരിക്കുന്നു. ഇത് ഓണക്കാലമാണ്. ഓണക്കാലം കവിതയുടെ ഒരു പൂക്കാലം കൂടിയാണ്. കവിതകൾ, എല്ലാവിധ കവിതകളും അരങ്ങ് തകർക്കുന്ന ഒരു കാലമാണ് പഴയകാലത്തെ ഓണക്കാലം. അതിമനോഹരമായ പൂപ്പാട്ടുകളും ഊഞ്ഞാൽ പാട്ടുകളും അതുപോലെയുള്ള മറ്റു ഓണപ്പാട്ടുകളെല്ലാം നിറയെ ഉണ്ടായിരുന്നു. കൂന്നുള്ളാൻ പോയിരുന്ന കുട്ടികൾ പാട്ടും പാടിയിട്ടാണ്, കവിത ചൊല്ലിയിട്ടാണ് പോയിരുന്നത്. കറ്റ കറ്റ കയറിട്ടു, കയറാലഞ്ചും ഇടക്കിട്ടു, നെറ്റിപ്പട്ടം പൊട്ടിട്ടു, കൂടെ ഞാനും പൂവിട്ടു, പൂവേ പൊലി പൊലി പൂവേ, പൂവേ പൂ പൊലി പൂവേ. ഇതേപോലെയുള്ള പൂപ്പാട്ടുകൾ ഒന്നല്ല, 1000-ലേറെ പൂപ്പാട്ടുകൾ തന്നെ ഈ ഓണക്കാലത്ത് പാടിയിരുന്നു എന്നാണ് ഡോക്ടർ പി പുഷ്പാങ്കദന്റെ ഒരു തെസീസിൽ പറയുന്നത്. 1000-ൽ പരം പൂപ്പാട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങേക്കര ഇങ്ങേക്കര കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ച്, തുമ്പ കൊണ്ട് 50 തോണി ചമച്ച്, തോണിത്തലയ്ക്കലൊരാലു മുളച്ച്, ആലിന്റെ കൊമ്പത്തൊരു ഉണ്ണി പിറന്ന്, ഉണ്ണിക്ക് കൊട്ടാനും ഉണ്ണിക്ക് പാടാനും, തുടിയും തുടിക്കോലും പറയും പറക്കോലും, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. ഇങ്ങനെയുള്ള പൂപ്പാട്ടുകൾ. അതിൽ ചില പാട്ടുകളിൽ അന്നത്തെ സാംസ്കാരിക രംഗം, അന്നത്തെ ജന്മി കുടിയാൻ ബന്ധം പോലും സൂചിപ്പിക്കുന്ന പൂപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലൊക്കെ പാടിയിരുന്ന ഒരു പാട്ട് ഇതാണ്: അപ്പന്റെ മുറ്റത്തൊരു തുമ്പ മുളച്ചു, തുമ്പ കൊണ്ട് 50 തോണിയും കുത്തി, തോണിക്കിളന്തല ചുക്കാനും വെച്ചു, ചുക്കാനെടുത്തൊരു വാഴമേൽച്ചാരി, വാഴ കുലച്ചങ്ങ് തെക്കോട്ട് വീണു, തെക്കേലെ തമ്പുരൻ കൊലയും കൊണ്ടോടി, പൂവേ പൊലി പൂങ്കാവിലമ്മേ, പൂവേ പൊലി പൂങ്കാവിലച്ചോ. ഇത് ഓണത്തിനുണ്ണാൻ സാധാരണക്കാരൻ വെച്ചുണ്ടാക്കിയ വാഴയും വെട്ടിക്കൊണ്ട് തെക്കേലെ തമ്പുരാൻ പോകുന്നു എന്നുള്ള സൂചന. ഒരുപക്ഷെ നമ്മുടെ ചങ്ങമ്പുഴയ്ക്ക് വാഴക്കുല എഴുതാനൊക്കെ ഉള്ള പ്രചോദനം തന്നെ നൽകിയത് ഈ കവിത ആയിരിക്കാം, ഈ പൂപ്പാട്ടായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ അങ്ങനെയുള്ള പല തരത്തിലുള്ള പാട്ടുകളൊക്കെ മേടിച്ചിരുന്ന ഒരു കാവ്യോത്സവ കാലമായിരുന്നു ഓണക്കാലം. ഊഞ്ഞാലാടുന്നതിന് ഊഞ്ഞാൽ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഊഞ്ഞാലോ ചക്കിയമ്മ, ചക്കിയമ്മ മുട്ടയിട്ട്, മുട്ട കൊണ്ട് തോട്ടിലിട്ട്, തോടുവെട്ടി കൈത നട്ട്, കൈതയൊരു പൂ തന്ന്, പൂ കൊണ്ട് പന്തലിട്ട്, പന്തലിന്മേൽ കൂൺമുളച്ച്, കൂണെടുത്ത് തൂണുമിട്ട്, തൂണൊടിഞ്ഞ് ആന ചത്ത്, അയ്യന്റെ പോ ആന ചത്ത്, കരയാതൻ കുഞ്ഞിമാളു ആന വെറും കുഴിയാന, ഊഞ്ഞാലോ ചക്കിയമ്മ, ചക്കിയമ്മ മുട്ടയിട്ട്. ഇങ്ങനെയുള്ള രസകരമായ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കുന്ന മനോഹരമായ ഓണക്കാലത്തിന്റെ ഓർമ്മ നമ്മുടെ എല്ലാം ആ പഴയ ആളുകളുടെ മനസ്സിലുണ്ട്. ആ ഓർമ്മകളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ധന്യമായ പരിപാടി ഈ അവസരത്തിൽ വയ്ക്കാൻ കഴിഞ്ഞതിന് പല സുഹൃത്തുക്കളും കവിത അവതരിക്കാൻ തയ്യാറായി നമ്മുടെ അയൽ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞതുപോലെ ആനാപ്പുഴ സുകുമാരനും മുരളീധരൻ ആനാപ്പുഴയും ആനാപ്പുഴ ചന്ദ്രമോഹനും ഒക്കെ ഇവിടെ വലിയ അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. ഈ വാഴക്കുലയ്ക്ക് ഒരു 2ാം ഭാഗം എഴുതിയ ഒരാൾ കേരളത്തിലുണ്ടായിരുന്നു. അത് ആനാപ്പുഴക്കാരനാണ്. ഈ ആനാപ്പുഴ സുകുമാരൻ വാഴക്കുലയുടെ 2ാം ഭാഗം എഴുതി കഥാപ്രസംഗമായിട്ട് കേരളത്തിൽ പലയിടത്തും അവതരിപ്പിച്ച ആളാണ്. അങ്ങനെ പാരമ്പര്യം ഉറങ്ങുന്ന മണ്ണാണിത്. അപ്പോ ഞാൻ അതേക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു പോയാൽ അങ്ങനെ സമയം പോവും. നമുക്ക് അതിനുള്ള സമയമല്ല. ഒരു ഓണക്കവിത ചൊല്ലിക്കൊണ്ട് തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ 1960-ൽ ഒരു എഴുതി ഇങ്ങനെ വരുന്ന കാലമാണ്. അപ്പൊ മാതൃഭൂമിയുടെ ബാലമന്തിയിലിടക്ക് കവിത അയക്കും. കുഞ്ഞുണ്ണി മാഷാണ് അതിന്റെ കുട്ടേട്ടൻ ആയിട്ട് ഇരിക്കുന്ന, അതൊക്കെ അറിയാം. അങ്ങനെ എഴുതി അയക്കും. കവിതകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ വലിയ സന്തോഷമായി. ഒരു ഓണക്കാലം വരുമ്പോൾ മുമ്പ് ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു നല്ല കവിത എഴുതി ഓണപ്പതിപ്പിന് അയക്കണം, ബാലഭക്തിയിലേക്ക് അയക്കണം എന്ന് വിചാരിച്ച് ഒരു കവിത ഇങ്ങനെ ഓണത്തിന്റെ നാളുകൾ, ഓരോ നാളുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു കവിത ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. നന്നായിട്ടുണ്ടെന്ന് ഞാൻ തന്നെ വിചാരിക്കുകയാണ്.
ഞാൻ ആ കവിത പകർത്തി എഴുതി കുഞ്ഞുണ്ണി മാഷക്ക് അയച്ചു. അപ്പോൾ ഓണപ്പതിപ്പിൽ അത് കൃത്യമായിട്ട് അച്ചടിച്ചൊക്കെ വരും, ഭംഗിയായിട്ട് അച്ചടിച്ച് വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് അത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് അയച്ച കവറും ഇതോടുകൂടി കിട്ടിയപ്പോ അതിനകത്ത് ആ കവിത മാത്രമല്ല, കുഞ്ഞുണ്ണി മാഷ് ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: എടോ, കവിതയൊക്കെ നന്നായി, പക്ഷെ ആദ്യത്തെ വരി തന്നെ തെറ്റിപ്പോയാൽ, ആദ്യത്തെ വരി തന്നെ കല്ല് കടിച്ചാൽ എങ്ങനെയാണ്? അപ്പോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അദ്ദേഹം തന്നെ അത് എഴുതിയിട്ടുണ്ട്. താങ്കൾ എഴുതിയിരിക്കുന്നത് ഓണത്തിന്റെ നാളുകളെ പരിചയപ്പെടുത്തുകയല്ലേ, അത് നന്നായി. പക്ഷേ തുടക്കത്തിൽ അത്തറ് പൂശിയ പൂക്കളുമായി അത്തം വന്നു മലനാട്ടിൽ, അത്തറ് പൂശിയ പൂക്കളുമായി അത്തം വന്നു മലനാട്ടിൽ, ചെത്തിപ്പൂവിൻ കുമ്പിളുമായി ചിത്തിര വന്നു പിന്നാലെ, ചോടുകൾ വെച്ചു താളത്തിൽ ചോദിയണഞ്ഞു ചന്തത്തിൽ, പുത്തൻ പുടവയണിഞ്ഞെത്തി മുത്തുകൾ ചൂടിയ വൈശാഖം, അടയും പഴവും നേദിക്കാൻ അനിഴം വന്നാൻ അഴകോടെ, തൃക്കാക്കരയിൽ എഴുന്നള്ളാൻ തൃക്കേട്ടയ്ക്ക് തിരക്കായി, കോലക്കുഴലും പീലിയുമായി മൂലം വന്നു കുളിരേകാൻ, ഉത്രാടക്കാറ്റെത്തുന്നു ഉത്സവഘോഷം പൊങ്ങുന്നു, തിത്തൈ തിത്തൈ തിരുവോണം തിത്തക എന്നൊരു പൊന്നോണം. ഇതാണ് കവിത. ഈ കവിത എഴുതി അദ്ദേഹം റെഡ് ചുവന്ന മഷിക്ക് അടയാളപ്പെടുത്തിയിരുന്നത് അത്തറ് ഓണവും നമ്മുടെ ഓണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് അറേബ്യൻ നാട്ടിലെ കാര്യമാണ് അത്തറ്. നമ്മുടെ പൂക്കൾക്ക് അത്തറിന്റെ മണമല്ല, അതിന് നമ്മുടേതായ മണമുണ്ട്. അതുകൊണ്ട് ആ ഒരു വായിച്ച് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, തിരുത്തിയിട്ടൊന്നുമില്ല. ആ പദം വെട്ടിയിട്ട് അവിടെ ഉചിതമായൊരു പദം ചേർക്കണമെന്ന് പറഞ്ഞു. ഞാനത് മാറ്റി പുത്തനിലഞ്ഞി പൂക്കളുമായി അത്തം വന്നു മലനാട്ടിൽ എഴുതി വളരെ ഭംഗിയായിട്ട് നല്ല ചിത്രങ്ങളോടുകൂടി 2 കളറിൽ അച്ചടിച്ച് അത് ബാലഭക്തിയിൽ വന്ന ആ പഴയ ഓർമ്മ. അപ്പൊ ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ ഈ പഴയ കവിത മാത്രം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിരവധി കവി സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ പരിചിതരായ ആളുകളും അല്പം പരിചയപ്പെടേണ്ട ആളുകളും പുതിയ തലമുറയിലെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം കവിത അവരുടെ സ്വന്തം ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ ഭാഗ്യം ഈ അവസരത്തിലുണ്ട് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കവികൾക്കും ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും കൃത്യമായ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ആസ്വാദകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഇടം ഇവിടെ ഒരുക്കി തരികയും ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്ത പണ്ഡിറ്റ് പി കറുപ്പൻ ലൈബ്രറിക്കും അതിന്റെ ഭാരവാഹികൾക്കും എല്ലാവിധ നന്മകൾ നേർന്നുകൊണ്ടും ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.